ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. നമ്മളിന്ന് കൊണ്ടുവന്നേക്കേണ്ട ഒരു കിടിലം ബൈക്കാണ്. ഒരു വിപ്ലവം നയിച്ചൊരു ബൈക്ക് എന്ന് തന്നെ പറയാം. NS200 ചേട്ടനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ചേട്ടൻ്റെ ഇരിക്കേണ്ട ഒരു വേറൊരു പ്രാന്തൻ്റെ എഞ്ചിനാണ്. അപ്പോൾ ബൈക്ക് പ്രാന്തന്മാർക്കൊക്കെ ഏകദേശം കഥകൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരു 390 cc ഒരു മുതലുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ഇപ്പോഴും അതിങ്ങനെ വിപ്ലവമായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എഞ്ചിൻ വ്യത്യാസമുണ്ട്. ആ പഴയ എഞ്ചിൻ ഈ ഒരു ബൈക്കിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, വേറെ ആരും കുറിച്ചല്ല, നമ്മുടെ 390 ഒരു BS4 BS3 കാലഘട്ടത്തെ 390 എൻജിൻ നേരെ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ NS400-ലാണ്. യെസ്, ദ 373 cc എൻജിൻ ഇൻസ്റ്റാൾഡ് ഇൻ ദിസ് ബീസ്റ്റ്. അതെ, നമ്മുടെ അനിയൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഫ്രണ്ട് സൈഡിൽ തന്നെ വരുമ്പോൾ ആകെ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. ഈ Z എന്നുള്ള രീതിയിലുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ഡിസൈനാണ് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഒരു പാർക്ക് ലൈറ്റ് വന്നിട്ട് ബ്രൈറ്റ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ട് ഹസാർഡൊക്കെ മിക്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഹസാർഡ് ഉണ്ട് ഇതിൽ. ആൻഡ് ഫ്രണ്ട് സൈഡിൽ കയറുകയാണെങ്കിൽ ഇത് USD ഫോക്സ്, ഗോൾഡൻ USD ഫോക്സ് എന്ന് പറയാം. ടയറിൻ്റെ സൈസ് അല്ലെങ്കിൽ നമുക്ക് ടയറിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും MRF ടയേഴ്സാണ് വന്നിട്ടുള്ളത്. 110 70 17 അതുപോലെ 140 70 17 ടയർ സൈസ്. ആണെങ്കിൽ ABS ആണ് വന്നിട്ടുള്ളത്, ഡ്യുവൽ ചാനൽ ABS ആണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസ്കിൻ്റെ സൈസ് ആണെങ്കിൽ 320 mm 230 mm ആണ് ഡിസ്കിൻ്റെ സൈസ്. ഒരു ഫ്ലൂറസൻ കളർ സ്കീമാണ് വന്നിട്ടുള്ളത്, ഒരു ഗ്രേ, ബ്ലാക്ക് ആൻഡ് ഫ്ലൂറസൻ യെല്ലോ. ഈ ഒരു 3 കളർ സ്കീമിലാണ് നമ്മുടെ ഈ ബൈക്ക് വന്നിട്ടുള്ളത്. എഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതൊരു വിപ്ലവമായിട്ടുള്ളൊരു എഞ്ചിനാണ്. ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ബാക്കിലേക്ക് വരികയാണെങ്കിൽ അത് ഭയങ്കര ഒത്തിരി സൈഡിൽ നോക്കുമ്പോൾ ഒരു ബൾക്കായ പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഓവറോൾ ലെങ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഇത്തിരി കൂടുതലാണ് കമ്പയറിങ് ടു NS200. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് സസ്പെൻഷൻ ടയേഴ്സ് ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞു, ബാക്കിൽ വരുന്നത് മോണോഷോക്കാണ് വന്നിട്ടുള്ളത്. സാധാരണ മോണോഷോക്കാണ് വന്നിട്ടുള്ളത്, വലിയ ആഡംബരമായിട്ടുള്ള മോണോഷോക്കൊന്നുമല്ല. ആൻഡ് ബാക്കിലേക്ക് പറയുന്ന ഒരു ടയർ ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്, അത് കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്കൊരു നെഗറ്റീവ് തോന്നിയത് ഈ ഒരു വയറിങ്ങിൻ്റെ ഭാഗത്താണ്. ഈ ടെയിൽ ടൈഡ് എടുത്ത വയറിങ് ഭയങ്കര വിസിബിളായിട്ടും പിന്നെ ഇവിടെ കേബിൾ ടൈ ഒക്കെ വെച്ചിട്ട് ടൈ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതെനിക്ക് അത്രയ്ക്കും നല്ലതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഇപ്പുറത്തേക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്, ഒതുക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുട്ട് റെസ്റ്റൊക്കെ അവിടെ തന്നെ വന്നിട്ട്, ഗിയർ ലീവേഴ്സ് അവിടെ തന്നെ വന്നിട്ട്, അത് അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ മറ്റേ ഫ്ലെക്സിബിളൊന്നുമല്ല. വീണ് കഴിഞ്ഞ് ഒടിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, മാറ്റണം എന്തായാലും. ആൻഡ് ക്രാഷ് കാർഡ് എന്ന് പറയുകയാണെങ്കിൽ കാണുമ്പോൾ വലിയ കുഴപ്പം തോന്നുന്നില്ല, പക്ഷേ വീണ് കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ക്വാളിറ്റി. പിന്നെ മിറേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൊമിനാർ, പുതിയ ഡൊമിനാർ ഇവിടെ എവിടെയോ ഇരിക്കിൻ്റെ ആൾ, അപ്പോൾ ആളുടെയിലൊക്കെ വന്ന അതേ മിറേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. സ്വിച്ചൻസിൻ്റെ കേസ് ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് കാണിച്ചു തരാം. ആൻഡ് എഞ്ചിൻ്റെ കാര്യം നമുക്ക് നോക്കാം. എഞ്ചിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് 373 cc എഞ്ചിൻ പ്രൊഡ്യൂസസ് അറൗണ്ട് 40 PS ആൻഡ് 35 Nm ടോർക്കാണ് ഈ ഒരു ബീസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ KTM-ലൊക്കെ വരുന്ന അതേ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്, ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടി വന്നിട്ടുള്ളൊരു ബൈക്കാണ്. വിച്ച് പ്രൊഡ്യൂസസ് അറൗണ്ട് 35 to 40 bhp ആൻഡ് 35 Nm ടോർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ പവറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും മൈലേജ് പറയുകയാണെങ്കിൽ 34 km/L പറയുന്നത്. ആൻഡ് മൈലേജ് ആണ് 34 km/L ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 ലിറ്റേഴ്സാണ്. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ അറൗണ്ട് ഒരു 350 to 400 km ഓടാനുള്ള ഒരു കപ്പാസിറ്റി. സ്ലിപ്പർ ക്ലച്ചോടൊക്കെ വരുന്നുണ്ട്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ അണ്ടർബെല്ലി എക്സോസ്റ്റാണ് ഈ വണ്ടിയിൽ വരുന്നത്. അന്നും ഇന്നും എന്നും അണ്ടർബെല്ലിയാണ് വന്നിട്ടുള്ളത്. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓക്കെ എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ, അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള വന്നിട്ടുണ്ട്. പിന്നെ ഒരു Z എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇരുന്ന് നോക്കുകയാണെങ്കിൽ ഒരു 806 mm നമ്മളും സീറ്റായിട്ട് വരുന്ന ഒരു ബൈക്കാണ് നമ്മുടെ NS400 എന്ന് പറയുകയാണെങ്കിൽ. ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് തോന്നിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവൻ്റെ അതേ ശരീരം തന്നെ വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഡൊമിനാറിൻ്റെ ഹെഡിന് RX-100 ടാങ്ക് വെച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി. ഭയങ്കര കുഞ്ഞൻ ടാങ്കായി പോയി. ഇത്രയ്ക്കും ഒരു ബൾക്കി വണ്ടിക്ക് ഒരു കുഞ്ഞൊരു ടാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര മോശമാണ്. ആൻഡ് ഫൈനലി നമ്മൾ പിന്നെ ഭയങ്കര കുഞ്ഞൻ ടാങ്കാണ്, നല്ല അത്യാവശ്യം നാരോ ടാങ്കാണ്. ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ലുക്കിലാണ് നമ്മുടെ ഈ വണ്ടിയുടെ പൊസിഷൻ എന്ന് പറയുകയാണെങ്കിൽ. കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ ഒരു പൊടിക്ക് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ചാഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ താക്കോൽ ഓണാക്കുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഈ ക്ലസ്റ്ററിനോട് വലിയ താല്പര്യമില്ല. ഓൾഡ് ജനറേഷൻ ക്ലസ്റ്ററാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഇതിലെല്ലാതും ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തൊട്ടിട്ട് എല്ലാ തരം സാധനങ്ങളും ഇതിൽ ലോഡഡാണ്. ഇവിടെ RPM വന്നിട്ടുണ്ട്, ഗിയർ ഇൻഡിക്കേഷൻ, സ്പീഡ്, അതുപോലെ തന്നെ ഓഡോമീറ്റർ, റോഡ്, അങ്ങനെ കുറച്ച് റൈഡിങ് മോഡ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഓഫ് റോഡൊക്കെ എടുക്കുന്നത്
പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഫ്യൂൽ ഇൻഡിക്കേഷൻ, പിന്നെ ഓയിൽ, ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ ബ്രൈറ്റിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്, ABS, എൻജിൻ, ട്രാക്ഷൻ കൺട്രോൾ. പിന്നെ ഇതാണ് നമ്മുടെ പരിപാടികളൊക്കെ നോക്കാനുള്ളത്. നമ്മുടെ പണ്ടത്തെ നോക്കിയയിലൊക്കെ വരുന്ന അതേ ഡിസ്പ്ലേ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ സെറ്റ് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരും. വെഹിക്കിൾ ഇൻഫോ, കണക്ടിവിറ്റി ആൻഡ് ട്രിപ്പ് ആൻഡ് ബൈക്ക്, ലാപ്പ് ടൈമർ. വെഹിക്കിൾ ഇൻഫോ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ റൈഡിങ് മോഡ്സ് എൻജിൻ ഓഫ് ആയതുകൊണ്ട് റൈഡിങ് മോഡ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് റോഡിലാണ് എടുക്കുന്നത്, അങ്ങനെ ഒരു 5-4 റൈഡിങ് മോഡ്സ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ MTC വാർണിങ്സ് റീഫ്യൂലിംഗ് മാത്രമേ ഉള്ളൂ. കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, ആപ്പുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യാം. പിന്നെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൻ്റെ ട്രിപ്പ് മീറ്റേഴ്സ്, അല്ലെങ്കിൽ ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ ബൈക്കിൻ്റെ ഇൻഫോ, ടൈം ലാപ്പർ, നമ്മുടെ ഈ ലാപ്പ് കൗണ്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ്, അതുപോലെ തന്നെ ക്വിക്ക് സെലക്ട്, ഡേറ്റ് ആൻഡ് ക്ലോക്ക്, ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സ്വിച്ചസിൻ്റെ കേസ് വരികയാണെങ്കിൽ ഡിമ്മ്, ബ്രൈറ്റ്, പാസ് ഇവിടെ സ്വിച്ച് വന്നിട്ട്, പിന്നെ ഒരു 4 സ്വിച്ചസ് വന്നിട്ട്, അതാണ് ഇത് ജസ്റ്റ് ക്ലോക്ക് ചെയ്യാനുള്ളത്. ഈ കുഞ്ഞൊരു ബോക്സ് ക്ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചസാണ് അതിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇൻഡിക്കേറ്റർ വന്നിട്ട് ഓൺ. പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഹസാർഡ് വന്നിട്ട്, ഹസാർഡ് ഓൺ ആക്കിയിടാം ജസ്റ്റ് ഫോർ ഭംഗി. ആൻഡ് ഇതെല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആണെന്നുള്ള. പിന്നെ നമ്മുടെ ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ച് വന്നിട്ട്, പിന്നെ ഇവിടെ ഒരു കുഞ്ഞൊരു ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഭംഗിയിൽ. നമുക്ക് എന്നിട്ട് എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കാം. എക്സോസ്റ്റ് നോട്ട് കേൾപ്പിക്കാനായിട്ട് മുമ്പ് ഇതിൽ വന്നേക്കണത് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ആൻഡ് ബ്രേക്ക് ലിവേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ല, പക്ഷേ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണമായിരുന്നു. നമുക്ക് എന്തായാലും ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കാം. ഓക്കെ, വണ്ടി ന്യൂട്രലാണെന്ന് വിശ്വസിച്ചു. യെസ്, അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ടാണ്. അപ്പോൾ റൈഡ് ബൈ വയർ ത്രോട്ടിലാണ് വന്നത്. അതുകൊണ്ട് ഭയങ്കര സെൻസറാണ്, ഭയങ്കര ഒരു മൈന്യൂട്ട് ഇത് വരെ നമുക്കതിൽ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു 2.44 ലാക്കാണ് നമ്മുടെ ഓൺ റോഡ് പ്രൈസ് തൃശ്ശൂർ അല്ലെങ്കിൽ കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ ഒരു വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ് പ്രൈസ് റേഞ്ചിൽ. പിന്നെ ഈ വണ്ടിയുടെ എക്സ്ഷോറൂം എന്ന് പറയുന്നത് 1.89 ലാക്സ് ആയിരുന്നു. അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. പിന്നെ അതിൻ്റെ സർവീസ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അറൗണ്ട് 1 in 500 to 750 കിലോമീറ്ററിലാണ്, ഓർ 30 to 40. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുകയാണെങ്കിൽ 1 in 500 to 750 കിലോമീറ്റേഴ്സിലാണ് ഫസ്റ്റ് സർവീസ്. അല്ലെങ്കിൽ ഒരു 30 to 45 ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഇതിൻ്റെ സർവീസ് എന്ന് പറയുകയാണെങ്കിൽ. അത് അറൗണ്ട് ഒരു 2000 കോസ്റ്റാണ് ഈ വണ്ടിയുടെ സർവീസ് എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ ബജാജ് ആയതുകൊണ്ട് സർവീസൊക്കെ ഭയങ്കര, അല്ലെങ്കിൽ സ്പേസിൻ്റെ ഒക്കെ കോസ്റ്റ് കുറയാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ. ഈ വണ്ടീനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് റൈഡ് എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഈ വണ്ടി തന്നത് നമ്മുടെ ഗ്രാൻഡ് ബജാജാണ്, നമ്മുടെ പൂങ്ങുന്നത്തെ സ്റ്റോറിൽ നിന്നാണ് നമുക്ക് ഈ വണ്ടി തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടീനെ പറ്റി ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ടെസ്റ്റ് റൈഡൊക്കെ സെറ്റാക്കാനാണെങ്കിലും നമ്മുടെ ഈ ഷോപ്പിലും കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് അത്യാവശ്യം ഇത്തിരി നെക്കഡായിട്ടുള്ളൊരു ഫ്രെയിമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് യൂസ് അല്ലെങ്കിൽ ഒരു ലോങ് ടേം യൂസ് ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സെറ്റ് ചെയ്താണെങ്കിൽ നമുക്കത് ഡീലാക്കാം. ആൻഡ് അപ്പോൾ ഇതിൻ്റെ റൈഡിങ് റിവ്യൂവിൽ ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ ഞാൻ കുറച്ച് ആകെ 1-2 നെഗറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. നോക്കിയാൽ ഓടിച്ചതിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 34 km/L ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇത്രയുള്ളൂ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ. നമുക്ക് എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ കുഞ്ഞൊരു വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ബൈക്കുമായിട്ട് വരുന്നവരെ, ബൈക്കിന് ഇഷ്ടപ്പെടുന്നവർക്കും ബൈക്കിനെ പ്രാന്തമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും, അണ്ടിൽ ആൻഡ് വൈബു സൈനിങ് ഓഫ്. ബൈ.